ലോകസുന്ദരി മത്സരത്തിനായി തെലങ്കാന ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 10-ാം തീയതി ഹൈദരാബാദിലായിരുന്നു ഉദ്ഘാടനം. 31-നാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും 100-ലേറെ മത്സരാർത്ഥികളാണ് തെലങ്കാനയിലെത്തിയത്. രാജ്യത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഉദ്ഘാടന ചടങ്ങിൽ മത്സരാർത്ഥികളെത്തി. ഇതിന്റെയെല്ലാം ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതാണ്. അതിനിടയിൽ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വിവാദമായി. മത്സരത്തിന് മുന്നോടിയായി മുളുഗു ജില്ലയിലെ രാമപ്പ ക്ഷേത്രവും വാറങ്കലിലെ 1000 പില്ലർ ക്ഷേത്രവും മത്സരാർത്ഥികൾ സന്ദർശിച്ചിരുന്നു. തെലങ്കാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചതായിരുന്നു ക്ഷേത്ര സന്ദർശനം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മത്സരാർത്ഥികൾ വെള്ളം കൊണ്ട് കാൽ കഴുകുകയും ടവൽ കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. ഇതിൽ ചിലരുടെ കാലുകൾ വോളണ്ടിയർമാർ കഴുകിക്കൊടുക്കുകയും തുടച്ചുകൊടുക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോയാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ജാതിപരവും വംശീയപരവുമാണ് ഈ പ്രവൃത്തിയെന്നാണ് ചിലർ ഇതിനെ വിമർശിച്ചത്. എന്നാൽ വോളണ്ടിയർമാർ മത്സരാർത്ഥികളെ കാലു കഴുകാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിലുള്ള വിശദീകരണം പുറത്തുവന്നിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.